സഹോദരങ്ങളെ, 8 മാസം കൊണ്ട് ഭരണമാറ്റത്തിൻ്റെ ഒരു അലയൊലി ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആര് ഭരിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചാലും പൊതുജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓരോ പുതിയ ഈ ഭരണ പരിഷ്കരണങ്ങളും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളും കൊണ്ടുവന്നുകൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമിട്ടുകൊണ്ട് കാതലായ വശങ്ങളെ മൂടി വെച്ചുകൊണ്ട്, ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ ഇവിടെ പലർക്കും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കാരണം പലരും ആത്മഹത്യ ചെയ്യുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ആരോട് ചോദിക്കും എന്ന് അറിയാതെ പരിഭ്രമിച്ചു നിൽക്കുന്ന ഒരു വിഭാഗത്തിലേക്കാണ് തൂമ്പ ഡാൻസും എന്നതുപോലെ തന്നെ ലഹരി വിരുദ്ധമായിട്ട് തൂമ്പ ഡാൻസും ഒക്കെ എടുത്തിട്ടിരിക്കുന്നത്. കാരണം എന്താണ്? വിശപ്പടക്കാൻ ഭക്ഷണമില്ലാത്തവർ തൂമ്പ ഡാൻസ് ആടിയാൽ അവർക്ക് വിശപ്പടങ്ങും എന്നൊരു ചിന്ത ഇവിടെ ജനങ്ങളിലേക്ക് ഉണർന്നു വരില്ല. അത് ആർക്കും ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അപ്പം എന്താണ്, ഇവിടുത്തെ ഈ ദാരിദ്ര്യത്തിനെ പറ്റിയും എന്നതുപോലെ തന്നെ തൊഴിലില്ലായ്മയെ പറ്റിയും പൊതുജനങ്ങൾ അതിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഓരോ പുതിയ ആശയങ്ങൾ ഇവിടെ ഉടലെടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇനി വേറെന്തോ ഒരു കാര്യം കൂടി കേട്ടു. ഓരോ സ്കൂളിലും നടത്തുന്ന പ്രാർത്ഥനകളുണ്ട്. സർവമത പ്രാർത്ഥനയായിട്ടല്ലാത്തതാവട്ടെ, ഇതൊക്കെ വർഷങ്ങളോളം നടന്നു വന്നിരുന്നതാണ്. അതൊക്കെ ഇപ്പം എന്താണ്, ഇനി അതൊരു മതത്തിൻ്റെ പേരിൽ ഉള്ള സ്കൂളുകളിൽ അതിനനുകൂലമായിട്ട് പറയുന്നുണ്ട്, എല്ലാ കുട്ടികളും ഒക്കെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഇപ്പോൾ മന്ത്രി ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ തൂമ്പൻ്റെ കാര്യം കുറേ ആൾക്കാർ വിമർശിച്ചു ഇതാക്കി കുറച്ചു കാലം ശ്രദ്ധ അതിലേക്ക് തിരിച്ചെങ്കിൽ ഇനി ഇതിലൂടെ ശ്രദ്ധ തിരിച്ചുവിട്ട് സ്വന്തം വീട്ടിലുള്ള, അയൽവാസികളിലുള്ള, നാട്ടിലുള്ള, പഞ്ചായത്തിലുള്ള, ജില്ലയിലുള്ള ആളുകളുടെ കഷ്ടതകൾ, ദുരിതങ്ങൾ അറിയാതെ ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ട് എടുത്തിട്ട് കണ്ട്, മുമ്പ് ദാരിദ്ര്യം മറക്കാൻ വേണ്ടിയിട്ട് മതിൽ കെട്ടിമറച്ചവരുണ്ട്. എന്നതുപോലെ കൊറോണ വന്ന സമയത്ത് അതിന് പരിഹാരം പാത്രം മുട്ടാൻ വേണ്ടി ആഹ്വാനം ചെയ്തവരുണ്ട്. ഇങ്ങനെ പലർക്കും അവർക്ക് ഭരണകർത്താക്കൾക്ക് അവർക്ക് അതനുസരിച്ചൊക്കെ എന്താണ് ആഹ്വാനം ചെയ്യുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ അതിലൊരു സംസാരം മുഴുവനും അതിൽ കൂടെ ആക്കിയിട്ട് ഇവിടെ ഭരണത്തിലുള്ള കോട്ടങ്ങളും എന്നപോലെ വർഗീയതകൾ ആരെങ്കിലും പറഞ്ഞിട്ട് ആ വർഗീയതയൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പോയിൻ്റാണിതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാകും.